എനിക്കൊരു 13 വയസ്സ് സമയത്ത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാഴ്ച അങ്ങനെ കുറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇതുപോലെയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ബോർഡിലൊക്കെ എഴുതുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വര പോലെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാവർക്കും ഇതുപോലെയാണെന്നാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും ബോർഡുമ്പോൾ നോക്കി എഴുതാൻ പറയും. പക്ഷേ ബോർഡുമ്പോൾ നോക്കി എഴുതാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ തിരിയുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പരീക്ഷ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതി കഴിയണ്ടേ. പക്ഷേ എൻ്റെ പരീക്ഷ 2 മണിക്കൂർ കൊണ്ട് എഴുതി തരില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറാണ്. അപ്പോൾ ടീച്ചറോട് ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് പറയും, ടീച്ചർ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തരണം പറയും. അപ്പോൾ ടീച്ചർ പറയും, കുട്ടികൾ നിങ്ങളാണ് വായിച്ച് എഴുതേണ്ടത്, ഞങ്ങൾ പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഞാൻ കാണില്ല പറയുമ്പോൾ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പോഴും നാട്ടിലാവുമ്പോഴും നാട്ടിലിപ്പോൾ പാടത്തു കൂടെ ഒക്കെ വരുമ്പോഴായാലും ഞാൻ ഇങ്ങനെ വരമ്പത്തു കൂടെ ഒക്കെ വരുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടല്ല. അതുവരെ കണ്ടിരുന്നു. ഇപ്പോൾ ചാലൊക്കെ ഉള്ളത് കാരണം നമുക്ക് അറിയാം ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അതൊക്കെ കവർ ചെയ്ത് വരും. പക്ഷേ എന്നാലും ചില സമയത്ത് നമ്മൾ ചാലിൽ നിന്ന് വീഴാനൊക്കെ പോകും. കാണാത്ത കാരണമാണ്. അപ്പം ഞാൻ പറയുമ്പോൾ കുട്ടികളാരും മനസ്സിലാവും. അപ്പം ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് കൈ പിടിച്ചിട്ട് നടക്കും. കാരണം അപ്പം നമുക്കൊരു മൊബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. അപ്പം എൻ്റെ കളിയാക്കലൊക്കെ ഉണ്ട്. പക്ഷെ ആർക്കും ഇതൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ മനസ്സിലാക്കി ഇത് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ആരും മനസ്സിലാക്കില്ല എന്നുള്ള എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എന്താ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഹെഡ് മാസ്റ്ററോട് പോയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കാണാൻ പറ്റുന്നില്ലേ, എനിക്ക് പരീക്ഷ എഴുതണം, 10ാം ക്ലാസ്സൊക്കെ ജയിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നത്തെ മാർക്കുകളൊക്കെ നല്ല മാർക്കായിരുന്നു എനിക്ക്. അപ്പോൾ മാഷ് ഞാൻ അങ്ങനെ പോയി പറഞ്ഞപ്പോൾ അതിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷ എഴുതി. എന്നിട്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ ബസ് കയറിയിട്ട് വേണം ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ പോകണമെങ്കിൽ 8 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം 1 കിലോമീറ്റർ നടന്നു പോകണം, അതിന് ശേഷം പിന്നെ ബസ് കയറിയിട്ട് വേണം പോകാൻ. പനമണ്ണ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്, അവിടെ ഭയങ്കര ഗ്രാമമാണ്. അപ്പോൾ അവിടെ നിന്ന് ആരോട് നിന്നൊരു സഹായം ചോദിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. കാരണം അത്രയും നാൾ നമ്മൾ കണ്ടിട്ട് നടന്നു പോകുന്ന ഒരാൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, കുട്ടികൾ നമ്മൾ മിക്കവാറും വെറുതെ പറയാമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ വിചാരിച്ചു ആരും മനസ്സിലാക്കില്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ വീട്ടുകാർക്കൊക്കെ പിന്നെ കാഴ്ച കുറയുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് എന്തായാലും കാഴ്ച ഫുള്ളായിട്ട് പോകുമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു കാഴ്ച എന്തായാലും പോകും. പിന്നെ എനിക്ക് ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എങ്ങനെ പഠിക്കും, ഇങ്ങനെ കാണാത്തവർ പഠിക്കാൻ പറ്റും ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ വീട്ടിൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വായിക്കണം, എനിക്ക് പഠിക്കണം. എങ്ങനെ എന്തെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ